ഹലോ എവരിവൺ. നമ്മുടെയൊക്കെ ജീവിതം പലപ്പോഴും മറ്റുള്ളവരെ എങ്ങനെ സന്തോഷിപ്പിക്കാം, അല്ലെങ്കിൽ അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എങ്ങനെ ജീവിക്കാം എന്നുള്ളതൊക്കെയാണ്. പലപ്പോഴും നമ്മുടെ ലക്ഷ്യങ്ങൾ മറന്നുകൊണ്ട്, നമ്മുടെ ഇഷ്ടങ്ങളെ പിന്തുടരാൻ മറന്നുകൊണ്ട് നമ്മൾ ജീവിക്കുന്നതിന്റെ ഫലം എന്ന് പറയുന്നത് കുറച്ചുനാൾ കഴിയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ആകെ ഒരു നിരാശ തോന്നും. അല്ലെങ്കിൽ എനിക്കൊന്നും നേടാൻ കഴിഞ്ഞില്ല, എൻ്റെ ജീവിതത്തിന്റെ യഥാർത്ഥ പർപ്പസ് എന്താണ് എന്നൊക്കെ തിരിച്ചറിയാൻ നമ്മൾ പലപ്പോഴും മറന്നുപോകും. മറ്റുള്ളവരുടെ ഇഷ്ടത്തിനും അവരുടെ താല്പര്യത്തിനും അവരെ എങ്ങനെ സന്തോഷിപ്പിക്കാം എന്നൊക്കെ ഓർത്തുള്ള ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ നമുക്ക് നമ്മളെ തന്നെയാണ് നഷ്ടപ്പെടുന്നത്. നമ്മളുടെ ട്രൂ സെൽഫ്, നമ്മളുടെ ഐഡന്റിറ്റി, നമ്മളുടെ ജീവിതത്തിന്റെ അർത്ഥം തരുന്ന കാര്യങ്ങൾ, നമ്മൾ ആരാണ്, അല്ലെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന്റെ അല്ലെങ്കിൽ ഈ ഒരു ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, ഒക്കെയും നമുക്ക് മറന്നും പോവും. അതോടൊപ്പം നമ്മുടെ ലൈഫിൽ ആകെ ഒരു നിരാശയും ജീവിതം നമുക്ക് ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്കും കൊണ്ടുവന്നെത്തിക്കുകയും ചെയ്യും. ഇന്നത്തെ ഈ വീഡിയോയിൽ എങ്ങനെ നമ്മുടെ ട്രൂ സെൽഫുമായിട്ട് നമുക്ക് അലൈൻ ചെയ്തു പോകാം എന്നുള്ള കാര്യങ്ങൾ നോക്കാം. എന്താണ് ഈ ട്രൂ സെൽഫിന്റെ ആവശ്യകത നമ്മുടെയൊക്കെ ലൈഫിൽ? നമുക്കൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ചില ബിലീഫ്സ് കാണും, ചില വാല്യൂസ് കാണും, ചില മൂല്യങ്ങൾ നമ്മളെ കുറിച്ച് തന്നെ നമുക്ക് കാണും. നല്ല വിശ്വസ്തയോടെ ജീവിക്കണം, അല്ലെ സത്യസന്ധതയോടെ ജീവിക്കണം എന്നൊക്കെ നമ്മുടെയൊക്കെ ഉള്ളില് അങ്ങനെ ഒരു ചിന്താഗതികൾ പല തരത്തിലുള്ളതായിരിക്കും പല വ്യക്തികൾക്കും. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ അല്ല മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനായിട്ടുള്ള ശ്രമത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മളുടെ ഉള്ളിലുള്ള നമ്മളുടെ ട്രൂ സെൽഫിലുള്ള വാല്യൂസിനുമായിട്ട് നമ്മുടെ റിയൽ ലൈഫിൽ നമുക്ക് മാച്ച് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കാതെ വരുമ്പോൾ അവിടെ ഒരു ഡിസ്പാരിറ്റി വരികയും നമുക്ക് ആകെ ഒരു കോൺഫ്ലിക്റ്റ് ആണ്, നമ്മളുടെ ഉള്ളിൽ ആകെ ഒരു സംഘർഷമാണ്. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലല്ല, അല്ലെ എന്നെക്കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല ഞാൻ കരുതിയത് എന്നൊക്കെയുള്ള ഒരു ആത്മസംഘർഷം നമ്മുടെയൊക്കെ ഉള്ളിൽ വന്ന് നിറയുമ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായിട്ട് വരും. എങ്ങനെ നമുക്ക് ഈ അവസ്ഥയെ മറികടക്കാം? നമ്മുടെ മൂല്യങ്ങളും നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കുള്ള വിശ്വാസങ്ങളും തന്നെ നമ്മുടെ ജീവിതത്തിൽ തുടർന്നുകൊണ്ട് പോകണമെങ്കിൽ വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ആസ്ക് ഫോർ വാട്ട് യു നീഡ്. നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ നമ്മുടെ മനസ്സൊന്ന് വായിച്ചിരുന്നെങ്കിൽ, നമ്മുടെ മനസ്സിലുള്ളതൊന്ന് അവരൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ. പക്ഷെ ഒരിക്കലും മറ്റൊരാളെ കൊണ്ട് നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മുടെ ട്രൂ സെൽഫിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അതുമായിട്ടൊന്ന് അലൈൻ ചെയ്ത് പോകണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളോട് തന്നെ ചോദിക്കുക, നമുക്ക് എന്താണ് വേണ്ടത് എന്ന്. ഒരല്പം സമയം ഒന്ന് ആലോചിക്കാനായിട്ട് തയ്യാറാവുക. എന്താണ് നിനക്ക് വേണ്ടത്, എന്താണ് നീ ആഗ്രഹിക്കുന്നത്, നിനക്ക് സന്തോഷം തരുന്ന കാര്യം എന്താണ് എന്ന് നമ്മളോട് തന്നെ ചോദിക്കാൻ തയ്യാറായാൽ തന്നെ നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് അത് സഹായിക്കും. സ്റ്റാൻഡ് അപ്പ് ഫോർ യുവർ സെൽഫ്. നമ്മളൊക്കെ ലൈഫിൽ മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കാനും അവർക്ക് വേണ്ടി നിലകൊള്ളാനും ഒക്കെ തയ്യാറാകുന്നവരാണ്, അല്ലേ? പക്ഷെ എത്ര പ്രാവശ്യം നമുക്ക് വേണ്ടി നമ്മളെ ഒരുപാട് അപമാനിക്കുന്ന രീതിയിൽ മറ്റൊരു വ്യക്തികൾ സംസാരിക്കുന്ന സാഹചര്യത്തിൽ, അല്ലെ പരിഹസിക്കുന്ന സാഹചര്യത്തിൽ, താഴ്ത്തി കെട്ടുന്ന സാഹചര്യത്തിൽ നമ്മളൊക്കെ മൗനം പാലിച്ചിട്ടുണ്ട്. അങ്ങനെ മൗനം പാലിക്കുന്നതിന് പല കാരണങ്ങൾ കാണും. ചിലപ്പോൾ നമ്മുടെ സാഹചര്യം കൊണ്ടായിരിക്കും, അല്ലെ ആ വ്യക്തിക്ക് വിഷമമാകണ്ടെന്ന് കരുതിയാവാം. എന്ത് തന്നെ ആയാലും ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എടുക്കുന്ന ആ ഒരു സൈലൻസ്, അല്ലെ ആ ഒരു മൗനം എന്ന് പറയുന്നത് പിന്നീട് നമുക്ക് ഒരുപാട് വേദനകളിലേക്കും വിഷമതകളിലേക്കും ഒക്കെ കൊണ്ടുവന്നെത്തിക്കുന്ന ഒരു ഘടകമായിട്ട് മാറാറുണ്ട്. അത് നമ്മുടെ ഉള്ളിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിനെ വളർത്തിയെടുക്കാനായിട്ട് മാത്രമേ ഉപകരിക്കുകയുള്ളൂ. ഇവിടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മളോട് തന്നെ വിശ്വസ്തത പുലർത്താനും സത്യസന്ധത പുലർത്താനും നമ്മൾ തയ്യാറാവണം. നമ്മൾക്കറിയാം മറ്റൊരാള് സംസാരിക്കുമ്പോൾ നമ്മളെ താഴ്ത്തി കെട്ടിയാൽ അപമാനിക്കുന്ന രീതിയിൽ, അല്ലെ നമ്മുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലാണ് ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം അല്ലെങ്കിൽ സംസാരം എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ അവിടെ ബ്ലോക്ക് ചെയ്യുക. ആ വ്യക്തിയോട് നമുക്ക് ഫേമായിട്ട് ഉറപ്പിച്ച് തന്നെ പറയാനായിട്ട് സാധിക്കണം, എന്നെ അപമാനിക്കുന്ന രീതിയിലാണ്, അല്ലെ നിങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുക. അല്ലെങ്കിൽ നമുക്ക് ഒരു തരത്തിലും ഇത് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കുക. പകരം അവിടെ നിന്ന് ഇത് മുഴുവൻ കേൾക്കാൻ ഞാൻ വിധിക്കപ്പെട്ടതാണെന്നോ അല്ലെങ്കിൽ എപ്പോഴും എനിക്ക് ഇതൊക്കെ തന്നെയാണ് എൻ്റെ വിധി എന്ന് കരുതി നമ്മളെ തന്നെ കുറ്റപ്പെടുത്തി ആ ഒരു സാഹചര്യത്തിൽ നിന്ന് കഴിഞ്ഞാൽ അത് നമ്മൾക്ക് തന്നെ ഏറ്റവും അധികം ദോഷം ചെയ്യുന്ന ഒരു ഘടകമായിട്ട് മാറും. ഫോളോ യുവർ ജോയ്. നമ്മളൊക്കെ നമ്മുടെ ലൈഫിൽ സന്തോഷം കൊണ്ടുവരുന്ന സാഹചര്യങ്ങളിൽ ആത്മാർത്ഥമായിട്ട് സന്തോഷിക്കാനായിട്ട് മടി കാണിക്കുന്നവരാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമുക്കൊക്കെ ഉള്ളിലൊരു ഭയമാണ്. ഞാൻ ഒരുപാട് സന്തോഷിച്ചു കഴിഞ്ഞാൽ ഇനി എനിക്ക് വരാൻ പോകുന്ന ദുഃഖമാണോ എന്നുള്ളൊരു ഭയം നമ്മളിൽ പലരെയും അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സന്തോഷിക്കേണ്ട സാഹചര്യങ്ങളല്ല, നമ്മുടെ ലൈഫിൽ ഒരു നല്ല സന്തോഷിക്കേണ്ട അവസരം വരുമ്പോൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ സന്തോഷിക്കാറില്ല. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, സന്തോഷിക്കേണ്ട സാഹചര്യത്തിൽ നമ്മൾ പരമാവധി സന്തോഷിക്കുക. നമുക്ക് തന്നെ ആ ഒരു മൊമെന്റിനെ എൻജോയ് ചെയ്യാനായിട്ട് നമ്മൾ പ്രസന്റിലായിരിക്കാൻ ശ്രമിക്കുക. നാളെ എന്താവും നമുക്കറിയില്ല, നാളെ ദുഃഖം വരുമോ വീണ്ടും സന്തോഷം വരുമോ ഇതിനെക്കുറിച്ചല്ല
അല്ലെങ്കിൽ ആ ഒരു ആംഗിളിലേക്ക് പോകാതെ ഇപ്പോൾ സന്തോഷിക്കാൻ ഒരു സാഹചര്യം ഉണ്ടോ, അതിൽ ആത്മാർത്ഥമായിട്ട് സന്തോഷിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇവിടെ നമുക്ക് തന്നെ അല്ലെ, നമ്മളോട് തന്നെ നമ്മളൊരു കരുണ കാണിക്കുകയാണ് അല്ലെ. സന്തോഷിക്കേണ്ട സാഹചര്യത്തിൽ നമ്മളെ അടിച്ചമർത്താതെ ആ ഒരു സാഹചര്യം പരമാവധി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ പ്രയോജനപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നെത്തിക്കാൻ അത് സഹായിക്കും. ഫോളോ യുവർ ക്യൂരിയോസിറ്റി. നമ്മുടെ ട്രൂ സെൽഫുമായി റീഅലൈൻ ചെയ്യാൻ നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു ഘടകമാണ് ഈ ക്യൂരിയോസിറ്റി എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത്. ചില കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഒരുപാട് ക്യൂരിയോസിറ്റി കാണും അല്ലെ. ചില കാര്യങ്ങൾ അതെന്താണെന്നൊന്ന് അറിയണം, അതൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. പക്ഷെ പലപ്പോഴും നമ്മൾ പല സാഹചര്യങ്ങളെ കൊണ്ട് അത് മാറ്റിവെക്കും. എന്നാൽ നമുക്ക് എന്താണോ നേടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെ കണ്ടെത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ സമയം മാറ്റിവെച്ച് അതിലേക്ക് ഇറങ്ങി ചെല്ലാൻ തയ്യാറായി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ട്രൂ സെൽഫുമായിട്ട് റീഅലൈൻ ചെയ്യാനായിട്ട് അത് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ജേർണൽസ് നമ്മളുടെ ചിന്തകളെയും നമ്മളുടെ ഫീലിങ്സിനെയും ഒക്കെ ഒരു വിഷ്വൽ മോഡിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഈ ജേർണൽ എഴുതുന്നതിലൂടെ സാധിക്കും. നമ്മളുടെ ഉള്ളിൽ തോന്നുന്ന കാര്യങ്ങൾ, അത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നേടണമെന്നുള്ള ആഗ്രഹങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന പല പല ചിന്തകളായിരിക്കാം. എന്ത് തന്നെ ആയാലും ഒട്ടും ജഡ്ജ് ചെയ്യാതെ എന്താണ് എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്, അല്ലെങ്കിൽ എന്റെ മനസ്സിൽ എന്താണ് ഇങ്ങനെയൊക്കെ വരുന്നത് എന്നൊന്നും ജഡ്ജ് ചെയ്യാതെ തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് എഴുതാനായിട്ട് തയ്യാറായി കഴിഞ്ഞാൽ അതിൽ നിന്നും നമ്മുടെ ലൈഫിനെ കുറിച്ച് നമുക്ക് ഒരുപാട് ക്ലാരിറ്റി കിട്ടാനായിട്ട് അത് സഹായിക്കും. അക്സെപ്റ്റ് യുവർ ഗുഡ്. നമുക്കൊക്കെ നമ്മുടെ ലൈഫിൽ അല്ലെ നമ്മളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരുപാട് നെഗറ്റീവുകൾ കാണും പറയാനല്ലേ. മില്യൺസ് ഓഫ് നെഗറ്റീവ്സ് നമ്മൾ ഓരോരുത്തരെ കുറിച്ചും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കാണാം, എന്നെ ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ എനിക്ക് കഴിവില്ല, ഞാൻ ഒന്നിനും കൊള്ളരുതാത്ത ഒരു വ്യക്തിയാണ്. ഇങ്ങനെ നിങ്ങളുടെ നെഗറ്റീവുകൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ ഒരുപാട് കാണും. നേരെ മറിച്ച് നിങ്ങളിലുള്ള നന്മകൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ, നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനായിട്ട് അധികം കാണില്ല. എന്തുകൊണ്ടാണ് എപ്പോഴും നമ്മളെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ തന്നെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ട് നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെയാണ്. ഇതൊന്ന് ഒഴിവാക്കാൻ സാധിച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ ലൈഫിൽ സക്സസ് കൊണ്ടുവരാൻ സാധിക്കും, കോൺഫിഡൻസോടെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നന്മകളിലേക്ക് കൂടുതൽ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് നമ്മൾ മറ്റൊരാൾക്ക് ഒരു ചെറിയ ഉപകാരം ചെയ്തു, അല്ലെങ്കിൽ അധികം ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ ഒരാളെ നോക്കി നമ്മൾ ഇന്ന് ചിരിച്ചു കാണിച്ചെങ്കിൽ പോലും നമ്മൾ അവിടെ ചെയ്യുന്നത് ആ വ്യക്തിയോട് ഒരല്പം കരുണയോടെ പെരുമാറുകയാണ് ചെയ്തത് അല്ലെ. അതും നമ്മളെ സംബന്ധിച്ച് നല്ലൊരു കാര്യമാണ് ഞാൻ ചെയ്തത് എന്ന് നമ്മളെ തന്നെ പറഞ്ഞ് നമുക്ക് കൺവിൻസ് ചെയ്യിക്കാനായിട്ട് സാധിക്കണം. അങ്ങനെ നന്മകളിലേക്ക്, അതും നമ്മളുടെ നന്മകളിലേക്ക്, മറ്റുള്ളവർ ചെയ്യുന്ന നന്മകളെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് പറയും, അതിനൊക്കെ നമുക്ക് സമയമുണ്ട്. പക്ഷെ എനിക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്, അല്ലെ ഞാൻ ഇന്ന കാര്യങ്ങൾ ഇന്ന സാഹചര്യങ്ങളിലൊക്കെ ചെയ്യാനായിട്ട് കഴിവുള്ള ആളാണ് എന്നുള്ള ഒരു കാര്യം അംഗീകരിക്കാനോ തിരിച്ചറിയാനോ നമുക്ക് സാധിക്കാറില്ല. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലൊക്കെ ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് കാണും. നമ്മൾ ചില വ്യക്തികളോട് സംസാരിച്ചതിലുള്ള പ്രശ്നം കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ലൈഫിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഇന്റർവ്യൂവിന് ഫെയിലായി, ഒരു എക്സാമിന് ഫെയിലായി. അപ്പൊ ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള പല കാരണങ്ങൾ അല്ലെ കാര്യങ്ങൾ കൊണ്ടായിരിക്കും നമ്മളെ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്. അന്ന് ഞാൻ ആ ഇന്റർവ്യൂവിന് നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നെങ്കിൽ ഇന്നൊരു നല്ല പൊസിഷനിൽ എനിക്ക് ഇരിക്കായിരുന്നു. ഈ ഒരു ചിന്ത എപ്പോഴും ഉള്ളിൽ കിടക്കുകയാണ്. നമ്മളെപ്പോഴും നമ്മളിങ്ങനെ മോശമായി നമ്മളെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഓർക്കുക, നമ്മുടെ ലൈഫിലെ പാസ്റ്റിൽ സംഭവിച്ചു പോയിട്ടുള്ള ബുദ്ധിമുട്ടേറിയ അനുഭവങ്ങൾ, കൈപ്പേറിയ അനുഭവങ്ങൾ എന്ന് പറയുന്നത് മുമ്പോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് ഒരുപാട് നല്ല നല്ല പാഠങ്ങൾ, ഇനി ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാനായിട്ടുള്ള നല്ല നല്ല പാഠങ്ങൾ തരാനായിട്ടുള്ള അനുഭവങ്ങൾ മാത്രമാണ് എന്ന് കരുതാനായിട്ട്, അല്ലെ നമ്മളെ തന്നെ പറഞ്ഞു പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ അത് ഒരുപാട് ചേഞ്ചസ്, അതും പോസിറ്റിവിറ്റി കൊണ്ട് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഫോളോ യുവർ ഹാർട്ട്. അതെ, നമ്മളുടെ ഹൃദയം പറയുന്നത് കേൾക്കാൻ നമ്മൾ തയ്യാറാകുക. പലപ്പോഴും നമ്മൾ അതിനൊന്നും അധികം പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളല്ല, അല്ലെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും. നമ്മുടെ ഉള്ളിൽ എന്താണോ നമ്മളോട് പറയുന്നത്, അത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകാൻ ഒരുപാട് നാളായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ്, പക്ഷെ അത് പിന്നെയായിട്ട് നമ്മൾ കരുതിയിരിക്കുകയാണ് എങ്കിൽ അതിനു വേണ്ടി നമ്മൾ സമയം മാറ്റിവെക്കുക. അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ട് എന്തെങ്കിലും ഒരു പുതിയ കാര്യം, ഒരു സ്കില്ല് നേടണം, ഡാൻസ് പഠിക്കണം, അല്ലെ പാട്ട് പഠിക്കണം എന്നൊക്കെ എൻ്റെ ഉള്ളിൽ അമിതമായിട്ടുള്ള ആഗ്രഹം നേരത്തെ മുതൽ കിടപ്പുണ്ട്, പക്ഷേ കഴിയുന്നില്ല. പ്രായം എന്നുള്ളത് ഒരിക്കലും ഒരു തടസ്സമായിട്ട് പറയരുത്. എന്ത് നമ്മുടെ ഉള്ളിൽ തോന്നുന്നോ, നല്ല കാര്യങ്ങൾ, നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ, നല്ല നല്ല ചേഞ്ചസ് കൊണ്ടുവരാൻ, നമ്മളെ വളർച്ചയ്ക്ക്, പേഴ്സണൽ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന എന്ത് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളോട് പറയുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നോ ആ ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാവുക. അതിനൊരു തുടക്കം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യും. അതോടൊപ്പം അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ സമയം മാറ്റി വെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ
ഉള്ളിൽ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷവും ഒരു ആത്മാഭിമാനവും, ഞാൻ എനിക്ക് തന്നെ പ്രാധാന്യം കൊടുക്കുന്നു, ഞാൻ ഒരു സെൽഫ് റെസ്പെക്ട് എനിക്ക് തന്നെ കൊടുക്കുന്നു, എന്നെ സ്നേഹിക്കാനും എന്നെ കരുതാനും സമയം മാറ്റിവെക്കുന്നു എന്നൊക്കെ അറിയുമ്പോൾ നമ്മുടെ ആ ഒരു ട്രൂ സെൽഫിലേക്കുള്ള ജേർണി കൂടുതൽ എളുപ്പമാകാനായിട്ട് അത് സഹായിക്കും. അക്നോളജ് യുവർ ട്രൂ ഫീലിംഗ്. പലപ്പോഴും നമ്മളുടെ ഉള്ളിൽ തോന്നുന്ന യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സിനെ മറച്ചു വെക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കാറുള്ളത്, അല്ലെ? അതെന്തുകൊണ്ടാണ്? പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനായിരിക്കും, അവർക്കൊരു വിഷമം തോന്നണ്ട എന്ന് കരുതിക്കൊണ്ടായിരിക്കും നമുക്ക് ചില സമയത്ത് ചില വ്യക്തികൾ സംസാരിക്കുന്നു, അല്ലെങ്കിൽ പല കാരണങ്ങളെ കൊണ്ട് ദേഷ്യം തോന്നും. മറ്റുള്ള ഒരു വ്യക്തി അത് ഫീൽ ചെയ്യുമെന്ന് ഓർത്ത് നമ്മൾ പലപ്പോഴും അതിനെ ഷുഗർ കോട്ട് ചെയ്ത് നമുക്കൊരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതിയിലാണ് പെരുമാറുന്നത്. യഥാർത്ഥത്തിൽ നമ്മളുടെ ട്രൂ ഫീലിങ്സ് എന്താണോ അത് ആ ഫീലിങ്സിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് അക്സെപ്റ്റ് ചെയ്യും. എനിക്കിപ്പോൾ ദേഷ്യമാണ് തോന്നുന്നത്, ഇന്ന കാര്യം കൊണ്ടാണ് എനിക്ക് ദേഷ്യം തോന്നുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ തന്നെ അതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടെത്തി അത് പരിഹരിക്കാൻ നമ്മളെ അത് ഹെൽപ്പ് ചെയ്യും. പലപ്പോഴും ചില സമയത്ത് നമുക്ക് ചില വ്യക്തികളോട് കടുത്ത ദേഷ്യം തോന്നും, അല്ലെങ്കിൽ നിരാശ തോന്നും. പല സാഹചര്യങ്ങളിൽ പല തരത്തിലുള്ള ഫീലിങ്സ് ആണ് നമുക്ക് വരുന്നത്. അത് നാച്ചുറൽ ആണ്. മനുഷ്യരാണെങ്കിൽ എപ്പോഴും ഒരേപോലെ നമുക്ക് പോകാനായിട്ട് സാധിക്കില്ല. എന്തിനാണ് നമ്മൾ നമ്മളുടെ ഈ ഫീലിങ്സിനെ കുറിച്ച് അറിവുള്ളവരായിരിക്കണം എന്ന് ചോദിക്കുന്നത്? നമ്മുടെ ആ മൊമെന്റിൽ നമുക്ക് എന്ത് തോന്നുന്നു എന്ന് തിരിച്ചറിയാൻ, അതിന്റെ കാരണം എന്താണ്, റീസൺ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ, അതോടൊപ്പം അതിനൊരു പരിഹാരം കണ്ടെത്താൻ ഒക്കെയും നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് നമ്മളുടെ ഫീലിങ്സിനെ ഐഡന്റിഫൈ ചെയ്യുക, അതിനെ മറച്ചു വെക്കാതെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. നമ്മുടെ ലൈഫിൽ ട്രൂ സെൽഫിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളോട് തന്നെ വിശ്വസ്തത പുലർത്താനായിട്ട്, കരുണ കാണിക്കാനായിട്ടൊക്കെ നമ്മൾ തയ്യാറാവുക. അങ്ങനെ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ട്രൂ സെൽഫിനെ ഐഡന്റിഫൈ ചെയ്യാനുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സ്ട്രോങ് സെൻസ് ഓഫ് ഐഡന്റിറ്റി, നമ്മുടെ ഒരു വ്യക്തിത്വം എന്താണെന്ന് തിരിച്ചറിയാനും അതോടുകൂടി ആ ഒരു വ്യക്തിത്വത്തിൽ തന്നെ ആത്മാഭിമാനത്തോടെ മുമ്പോട്ട് പോകാനായിട്ടും സാധിക്കുകയുള്ളൂ. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.